ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾക്ക് മാത്രമായി സഞ്ചരിക്കുന്ന സർവീസ് സെന്റർ ഒരുക്കി മൈജി കെയർ ഓൺ വീൽസ് എന്ന പേരിലാണ് ഈ നൂതന സംരംഭം. പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് കോഴിക്കോട് മേയർ നിർവഹിക്കുന്നു. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ചേരുന്നു വിവരങ്ങളുമായി. ദീപക്, എന്താണ് വിവരങ്ങൾ? ഏറ്റവും സന്തോഷകരമായ കാര്യം, ഒരുപക്ഷെ യുവാക്കൾക്ക് ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു പുതിയ സർപ്രൈസാണ് മൈജി ഒരുക്കിയിരിക്കുന്നത്. ആ സർപ്രൈസിൻ്റെ ഭാഗമായുള്ള ഒരു ചാരിറ്റിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടിൻ്റെ മേയർ ബീന ഫിലിപ്പിൻ്റെ കൈകൊണ്ട് ഇപ്പോൾ കൊടിയത്തൂരിലെ അവിടെ ഏറ്റവും മികച്ച സേവനം നടത്തുന്ന പാലിയേറ്റീവ് കെയർ അസോസിയേഷനാണ് ഇപ്പോൾ മൈജിയുടെ ഒരു സേവന പദ്ധതി നൽകിയിരിക്കുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ മൈജി കെയർ ഓൺ വീൽ എന്ന പുതിയ പദ്ധതി, ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ഗാഡ്ജറ്റ് സർവീസുകൾ വീടുകളിൽ എത്തി നിർവഹിക്കുന്ന ഒരു വലിയ പദ്ധതിയുടെ തുടക്കമാണ് മൈജിയുടെ MD-യും ചെയർമാനുമായ ഷാജിയുടെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ പ്രിയപ്പെട്ട മേയർ നിർവഹിക്കും. ആദ്യം നമുക്ക് മേയറോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. കോഴിക്കോട് നിന്നാണ് രാജ്യത്ത് ആദ്യമായുള്ള ഇത്തരത്തിലുള്ളൊരു പദ്ധതി തുടങ്ങുന്നത്. മേയർക്ക് എന്താണ് പറയുന്നത്? എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എൻ്റെ ലാപ്ടോപ്പ് കേട് വന്നിട്ട് എനിക്കത് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയുന്നില്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. പിന്നെ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ, അപ്പോൾ ഹസ്ബൻഡിൻ്റെ സഹായം തേടണം. അപ്പോൾ ഞാൻ ശരിക്കും വിചാരിക്കുന്നതൊക്കെ നീട്ടിവെക്കുകയാണ്. ഇങ്ങനൊരു സംവിധാനം നമ്മുടെ വിരൽത്തുമ്പത്ത് ഉണ്ടാകുമ്പോൾ ഒരു ഫോൺ ചെയ്തിട്ട് ആരെങ്കിലും വന്നിട്ട് നമ്മുടെ ഫോൺ നന്നാക്കി തരുന്നു, ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ നന്നാക്കി തരുന്നത് വളരെ വളരെ നല്ലൊരു കാര്യം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. താങ്ക് യു മേയർ. മേയർ പറഞ്ഞത് സ്ത്രീകൾക്ക് ഇത് വളരെ ഗുണം ചെയ്യും, പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് ലാപ്ടോപ്പ്. മേയറുടെ തന്നെ ഒരു അനുഭവം പറഞ്ഞിരിക്കുന്നത്, ഹർഷൻ, ലാപ്ടോപ്പ് കേടായിട്ട് നന്നാക്കാൻ പുറത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഈ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. ഈ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മൈജിയുടെ പ്രധാന സാരഥികൾ, ചെയർമാൻ സ്ഥലത്തില്ല എങ്കിലും പ്രധാന സാരഥികൾ എല്ലാവരും തന്നെ ഉണ്ട്. ഷാജിയുടെ വലങ്കയും കൈയുമായി പ്രവർത്തിക്കുന്ന ജനറൽ മാനേജർമാരായ രാജേഷ് കുമാർ, ഷൈൻ കുമാർ, മീഡിയ മാനേജർ ആത്മജൻ, ഒപ്പം HR മാനേജർ ലാൽ സരാജ്, ഇവരുടെ എല്ലാം കൂടി സാന്നിധ്യത്തിൽ മേയർ, കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട മേയർ, ഈ പദ്ധതിയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുകയാണ്. ഹർഷൻ, ആ ദൃശ്യങ്ങളിലേക്ക് പോകാം നമുക്ക്. ഇതാ ദൃശ്യങ്ങൾ കാണുന്നത് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സർവീസ് മൊബൈൽ സെൻറ്ററിൻ്റെ ആരംഭമാണ്. അതായത് ഈ പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത് മൈജി കെയർ ഓൺ വീൽ ഡിജിറ്റൽ റിപ്പയർ ആൻഡ് സർവീസ് എന്നുള്ളതാണ്. നമ്മുടെ അരികിലേക്ക് ഡിജിറ്റൽ സർവീസിന് വേണ്ടി മൈജിയുടെ വിദഗ്ധർ എത്തുന്നു. ആ പദ്ധതിയാണ് ഇപ്പോൾ മേയർ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാ പദ്ധതി നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. മൈജിയുടെ ഈ ഡിജിറ്റൽ സർവീസ് സംവിധാനം ഇനി കോഴിക്കോട് നഗരത്തിലാണ് ആദ്യം പ്രവർത്തിക്കുന്നത്. 9 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാവർക്കും ഇതിൻ്റെ ഗുണം ലഭ്യമാകും. ഈ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ പ്രായം ചെന്നവർക്കും അതുപോലെ തന്നെ വീട്ടിൽ നിന്നും പുറത്ത് ഒരു ഷോപ്പിൽ കൊണ്ടുപോയി സർവീസ് നടത്താൻ സാധിക്കാത്തവരുമാണ്. ഈ പദ്ധതിയോടൊപ്പം ഈ ടെമ്പോ ട്രാവലറിനൊപ്പം തന്നെ ഒരു ബൈക്ക് കൂടി ഈ ഡിജിറ്റൽ സർവീസിൻ്റെ ഭാഗമായി ഈ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ട് ഓരോ സ്ഥലത്തും, അതായത് റിമോട്ട് ഏരിയയിൽ പോലും പോയി ഈ സർവീസ് യാഥാർത്ഥ്യമാക്കുന്നു. ഇപ്പോൾ മേയർ ഈ പദ്ധതിയുടെ അകത്തേക്ക്, അതായത് ഈ ഡിജിറ്റൽ സർവീസ് യൂണിറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹർഷൻ, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം.
കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾക്ക് മാത്രമായി സഞ്ചരിക്കുന്ന സർവീസ് സെന്റർ ഒരുക്കിയിരുന്നു മൈജി കെയർ ഓൺ വീൽസിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതിന്റെ ഫ്ലാഗ് ഓഫ് ആണ് ഇപ്പോൾ കോഴിക്കോട് മേയർ നിർവഹിച്ചത്. ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു, നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. മൈജിയുടെ ചെയർമാനും എം ഡിയുമായ ഷാജി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ പദ്ധതി. അതായത് ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹർഷൻ, നമ്മുടെ അരികിലേക്ക് ഡിജിറ്റൽ സർവീസ് എത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ പുറത്തേക്ക് പോകേണ്ട. മേയറും ബാക്കി എല്ലാവരും സന്തോഷത്തിലാണ്. ഈ ഘട്ടത്തിൽ മൈജിയുടെ GM ഷാജിയുടെ വലങ്കയായുള്ള GM നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ പദ്ധതി എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ സെയിൽസിൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്സ് ഫംഗ്ഷനായിട്ട് വരുന്നത് സർവീസാണ്. അതായത് കസ്റ്റമറിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആലോചിച്ചത്. ഈ കോവിഡ് കാലത്തെ ഒരു പ്രോജക്റ്റായിട്ടാണ് ഷാജിക്ക ഈ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഞങ്ങളത് ഒരു 6 മാസം മുന്നേ ചെയ്യേണ്ടായിരുന്നു. കോവിഡിൻ്റെ കാലാവധിയിലുള്ള ഇത് പ്രൊഡക്ഷനും ബാക്കിയുള്ളതിൻ്റെ ചലഞ്ചസ് കൊണ്ടാണ് ഇത്രയും ഡിലേ ചെയ്ത്. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇതൊരു കോഴിക്കോട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. കസ്റ്റമറുടെ അടുത്ത് പോവുക, സർവീസ് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഉപഭോക്താക്കളുടെ സംതൃപ്തി, അവർക്ക് മികച്ച സേവനം നൽകുക എന്നതാണ് ഷാജി രൂപകൽപ്പന ചെയ്ത വിവരങ്ങൾ നൽകിയത്. കോഴിക്കോടാണ് ഈ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത്.